നമസ്കാരം. തിയേറ്ററിലീസിന് ശേഷം ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിലും മനോരമ മാക്സിലും സ്ട്രീം ചെയ്യുന്ന മലയാള ചലച്ചിത്രം ഫിലിപ്സ്. ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. ആൽഫ്രഡ് കുര്യൻ ജോസഫ്, മാത്തുക്കുട്ടി സേവ്യർ എന്നിവർ ചേർന്ന് തിരക്കഥ എഴുതി ആൽഫ്രഡ് കുര്യൻ ജോസഫ് സംവിധാന ചിത്രത്തിൽ മുകേഷ്, ഇന്നസെന്റ്, നോബിൾ ബാബു തോമസ്, ക്വിൻ വിപിൻ, നവമി ദേവാനന്ദ് തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. 2019 തിയേറ്റർ റിലീസായി വന്ന ഹെലൻ എന്ന ചിത്രത്തിന്റെ കോ റൈറ്റർ കൂടെയാണ് സംവിധായകനായ ആൽഫ്രഡ് കുര്യൻ ജോസഫ്. ഫിലിപ്പിന്റെയും അദ്ദേഹത്തിന്റെ ഫാമിലിയുടെയും കഥയാണ് ഈ ചിത്രം പറയുന്നത്. മൂത്ത മകൻ ബേസിൽ IT ഫേമിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകൾ സ്കൂളിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആളെക്കാളും 10 വയസ്സ് പ്രായം കുറവാണ് ഇളയവളായ ബിറ്റിക്ക്. ബിറ്റിയുടെ രണ്ടാമത്തെ വയസ്സിൽ ഒരു കാർ ആക്സിഡന്റിൽ അവരുടെ അമ്മ മരിച്ചു പോയതൊക്കെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. ഫിലിപ്പും അവരുടെ 3 മക്കളും അടങ്ങുന്ന കുടുംബം. എന്ത് കാര്യത്തിനും കൂടെ തന്നെ ഉണ്ടാകുന്ന ഇന്നസെന്റ് അവതരിപ്പിക്കുന്ന മണിയെങ്കിൽ എന്ന കഥാപാത്രവും. ഈ കഥാപാത്രങ്ങളിലൂടെയൊക്കെയുള്ള ഒരു യാത്ര കൂടെയാണ് ഫിലിപ്സ് എന്ന ചിത്രം നമ്മളോട് പറയുന്നത്. അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഒരു ട്രാജഡിയാണ് സിനിമയുടെ പ്രധാന വിഷയമായി വരുന്നതും. ഫിലിപ്സിന്റെ ലോകവും അവിടുത്തെ മനുഷ്യരെയും കുറിച്ച് കഥ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന പ്രേക്ഷകരെയും ആ യാത്രയ്ക്കൊപ്പം കൊണ്ടുപോകാൻ സംവിധായകന് സാധിക്കുന്നുണ്ട്, അതിൽ വിജയിക്കുന്നുമുണ്ട്. സിനിമയുടെ പ്രധാന പോസിറ്റീവായി തോന്നിയത് ഫീൽ ഗുഡ് എന്നതിന് വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്തത് എന്ന നിലയിൽ അനുഭവപ്പെടാത്ത ഓർഗാനിക്കായി തന്നെ വരുന്ന മൊമെന്റ്സ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് സിനിമ കാണുന്ന ഒരു പ്രോസസ്സ് എന്നതും സ്മൂത്ത് ആയിട്ട് തന്നെ അങ്ങ് പോകുന്നു. കഥയിലെ മിക്ക സംഭവങ്ങളും പ്രഡിക്റ്റബിൾ ആവുന്നുണ്ടെങ്കിലും അവതരണത്തിൻ്റെ മികവ് കൊണ്ട് അത് എവിടെയും ഒരു പ്രശ്നമായിട്ട് തന്നെ തോന്നുന്നില്ല എന്നതുകൂടി ഇതിനൊപ്പം പരാമർശിക്കേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ പറയേണ്ടുന്ന കാര്യങ്ങളാണ് പ്രകടനങ്ങൾ. എനിക്ക് തോന്നുന്നു ഏറെ കാലത്തിന് ശേഷമാണ് മുകേഷിൻ്റെ ഒരു പ്രകടനം കണ്ട് മനസ്സ് നിറയുന്നത്. കാര്യങ്ങൾക്കൊക്കെ ഓടുന്ന അച്ഛനിൽ നിന്നും ആ കഥാപാത്രത്തിൻ്റെ ഒരു ജേണിയൊക്കെ കൺവിൻസിംഗ് ആയി മനസ്സിൽ തൊടുന്ന വിധത്തിൽ തന്നെ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കോമഡിയും കൗണ്ടറും സെന്റിമെന്റ്സും ആണെങ്കിലും മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം ആ കഥാപാത്രത്തിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നോബിൾ ബാബു തോമസ് ആണ് ബേസിൽ എന്ന കഥാപാത്രമായി എത്തുന്നത്. ഡീസൻ്റ് ആയി തന്നെ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടുന്ന മറ്റൊരു പ്രകടനം ബിറ്റി എന്ന കുട്ടിയായിട്ട് എത്തുന്ന നവമി ദേവാനന്ദാണ്. ഒരു ഇമോഷണൽ കണക്ട് സിനിമയുമായി ലഭിക്കുന്നതിൽ പ്രധാന പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. ക്വിൻ വിപിൻ നല്ല പ്രകടനമായിരുന്നു. ഇന്നസെന്റിലേക്ക് വന്നാൽ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഒരു നല്ല യാത്രയപ്പ് തന്നെയായിരുന്നു ഈ കഥാപാത്രം. ഇനിയും അദ്ദേഹത്തെ ഒരുപാട് മിസ് ചെയ്യും എന്നുള്ളത് കൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മണിയെങ്കിൽ എന്ന കഥാപാത്രം. ഹിഷാം അബ്ദുൽ വഹാബിൻ്റെ പശ്ചാത്തല സംഗീതം കൂടെ ഇതിനൊപ്പം പറയേണ്ടതുണ്ട്. സിനിമയുടെ ഒരു മൂഡ് ഉടനീളം മികച്ച രീതിയിൽ കൊണ്ടുപോകുന്നതിൽ വിജയിച്ചിട്ടുമുണ്ട്. ഫിലിപ്സ് നമ്മൾ കേൾക്കാത്ത കഥയോ കാണാത്ത കഥയോ ഒന്നുമല്ല, അത് നല്ല രീതിയിൽ സ്ക്രീനിൽ കൊണ്ടുവന്നു എന്നതുകൊണ്ട് തന്നെ പരിഗണിക്കാവുന്ന സിനിമയും കൂടെയാണ്. പ്രധാന കഥാപാത്രങ്ങളിലൂടെയുള്ള യാത്ര എന്നത് ഒരു ഫീൽ നൽകി തന്നെ സിനിമ പറയുന്നുണ്ട്. തമാശയും വൈകാരിക നിമിഷങ്ങളുമൊക്കെയായി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്തെ സിനിമ മാനിക്കുന്നുണ്ട്. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നിരുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.